പോലുള്ള ആളുകളുടെ സംഘടന വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് മമ്മൂട്ടിയാണ് എന്നെ ശ്രീനിവാസിനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആ പരിചയപ്പെടുമ്പോൾ ഞാൻ ഒരു സിനിമയിൽ ശ്രീനിയെ കണ്ടു, രാഗം താനം പല്ലവി ആൻഡ് വിൽക്കാറുണ്ട് സ്വപ്നങ്ങൾ. 2 സിനിമയിലേ കണ്ടു. പക്ഷെ രാഗം താനം പല്ലവിയിൽ എനിക്ക് ഇയാൾ ഞാനൊരു സ്പാർക്ക് ഉണ്ട്. ശ്രീവിദ്യയുടെ ഭർത്താവായിട്ടാണ്. അടൂർ ബാസിയെ ശ്രീവിദ്യയെ കൊണ്ട് വീട്ടിൽ വിടുകയാണ്, ശ്രീധരൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടൂർ ബാസി പറയും, തീരെ അങ്ങനെ നിനക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവിടുന്ന് പോവില്ല എന്ന് പറയുമ്പോൾ അടൂർ ബാസി ഒരു 8 എണ്ണായിട്ട് കൈ കൊടുക്കും. അപ്പോൾ ശ്രീനി അത് വലിച്ച് ഒറ്റയാണ്. എന്നിട്ട് ഇനി മകളെ എവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞ് പോയിട്ട് മുറ്റത്തിറങ്ങിയിട്ട് ഒരു തപ്പുണ്ട് ആ 8 എണ്ണയ്ക്ക് വേണ്ടിയിട്ട്. അന്നാണ് ഇതാണ് ഇയാൾ ആദ്യം ഞാൻ എന്ത് രസമായിട്ട് പൊട്ടിച്ചിരിച്ചു പോയാൽ. പിന്നീട് ഞാൻ കാണുന്നത് അങ്ങോട്ട് പരിചയപ്പെടുക. ഇന്ന് ഞാൻ പറയുന്നു, ആ നിമിഷം ശ്രീനിയെ കണ്ടുമുട്ടിയ ആ നിമിഷം എൻ്റെ ജീവിതത്തിൽ വളരെ വലുതാണ്. കാരണം എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ പാഠങ്ങൾ എന്നെ പഠിപ്പിക്കുകയും എനിക്ക് എൻ്റെ സിനിമയ്ക്ക് വേറൊരു മുഖം ഉണ്ടാക്കി തന്നത് ശ്രീനിയാണ്. കാര്യം വെറും തമാശ പടങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ഞാനാണ്. എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഒരു ഒറ്റ വാക്കാണ് പറഞ്ഞത്, അതായത് സിനിമ നമ്മൾ തമാശ പറയുന്നതിന് ഇടയിൽ കൂടെ എന്തെങ്കിലും ഒരു സമൂഹത്തിൻ്റെ മുഖച്ഛായ കാണിക്കുന്ന എന്തെങ്കിലും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയ നമ്മുടെ തമാശ സിനിമകൾ ഓർക്കപ്പെടും. അതെ, അങ്ങനെയാണ് മിഥുനവും വെള്ളാനകളുടെ നാടും ഒക്കെ ഉണ്ടായത്. ഈ കമൽ പറഞ്ഞ പോലെ വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന പടം തുടങ്ങുന്ന സമയത്ത് ഇയാൾ ഈ ലൈറ്റ്നിങ് ഹോളിൽ കൂടെയാണ് രാവിലെ സ്ക്രിപ്റ്റ് അയക്കുന്നത്. കാരണം അവിടെ താറാവുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ക്ലാരിറ്റി എല്ലാ ദിവസവും അന്ന് STD ഒന്നുമില്ല. ലൈറ്റ്നിങ് ഹോൾ ബുക്ക് ചെയ്തിട്ട് അത് എഴുതിയെടുക്കുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയും അടുത്ത സിനിമയെക്കുറിച്ചുള്ള വ്യക്തത മനസ്സിലുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വള്ളി ജീനിയസ് ക്യാൻ ഡു ഇറ്റ്. വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് എഴുതുന്ന തിരക്കഥ. ഇപ്പം ദാമോദരൻ മാഷ് ശക്തമായ തിരക്കഥ എഴുതുമായിരുന്നു. പക്ഷെ IV ശശി ദാമോദരൻ മാഷിന്റെ പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴെന്ന് വെച്ചാൽ ശശിയേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് രാവിലെ മാസ്റ്ററുടെ സ്ക്രിപ്റ്റ് ഒരു 10-25 പേജ് കാണും. ഒരു പേജ് ഇതിങ്ങോട്ട് എടുത്തു വെച്ചിട്ട് എന്താണ് അതിൻ്റെ കണക്കെന്ന് മനസ്സിലായില്ല. ഈ ശശിയേട്ടൻ ഇതങ്ങോട്ട് എടുത്തു വെച്ചിട്ട് പേന ഇങ്ങോട്ട് വാങ്ങിക്കും, ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുന്നുണ്ട്. പേന അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് പേന എന്ന് പറയും, പേന പോകല്ലോ, പേന വാങ്ങിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറിൽ പേന വാങ്ങിച്ചിട്ട് ഒരു 10-12 പേജ് വെട്ടിയും കളയും, എന്നിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് കണക്ക്. പക്ഷെ സീനിയേട്ടൻ അങ്ങനെയല്ല, വെട്ടാനൊന്നുമില്ല. കറക്റ്റായി ഈ പറഞ്ഞത് ലൈറ്റ്നിങ് കോളിൽ പറഞ്ഞു തരാനുള്ളതേ ഉള്ളൂ. ആ സീനിൽ വ്യക്തതേ ഉള്ളൂ. ആര്യൻ സിനിമയിൽ അദ്വൈതം എന്ന് പറഞ്ഞ സിനിമയിൽ മാഷാണ് എഴുതുന്നത്, ശ്രീനി അഭിനയിക്കേണ്ട സിനിമയിൽ. അപ്പോൾ ഒരു ദളിതനായ നമ്പൂതിരിയുടെ സുഹൃത്ത് പിന്നീട് വലിയ തിരിച്ചയാൾ വരുമ്പോൾ വലിയ രാഷ്ട്രീയ നേതാവായിരിക്കുകയാണ്. അപ്പോൾ മാഷിങ്ങനെ എഴുതിയിട്ട് പറഞ്ഞു, മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, നമ്പൂരി ചോദിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാക്കിയില്ലേ മാന്തി ഇനിയും ഇതൊന്നും നിർത്തിക്കൂടെ, നിന്റെ പഴയ ഫിലോസഫിയും കാര്യങ്ങളും ഇനിയെങ്കിലും ആക്കിക്കൂടെ എന്ന് മാഷ് പറഞ്ഞു. ഇനി എന്താണ് ശ്രീനി പറയേണ്ടതെന്ന് കിട്ടുന്നില്ല. ശ്രീനി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്തിനാണ് ഈ കാശുണ്ടാക്കുന്നത്. അപ്പോൾ ശ്രീനി പറഞ്ഞു ഒറ്റ ലൈനിൽ തീർത്തു. മാഷ് ഈ പറഞ്ഞ ഒരുപാട് വാക്കുകൾ ശ്രീനി ഒറ്റ ലൈനിലാണ് ശ്രീനി അതിന് ഉത്തരം അപ്പം തന്നെ എഴുതിയത്. ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ ചെലവുള്ള ഒരു ഏർപ്പാടാണല്ലോ, കാശ് വേണം. അല്ല, ഇതുപോലുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം, ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനി അഭിനയിക്കാൻ വന്നപ്പോൾ വേറെ ആളാണ് തിരക്കഥ. അപ്പോൾ ശ്രീനി കുറേ ഡയലോഗുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ അകത്തൊരു കവിത ചൊല്ലുന്ന ഒരു സീനുണ്ട്, ഭാര്യയ്ക്ക് കവിത ചൊല്ലും. അപ്പോൾ ഈ തിരക്കഥാകൃത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കവിതയ്ക്ക് യാതൊരു ഇതുമില്ല സാധാരണ ഒരു. അപ്പോൾ ശ്രീനി പേരയും കടലാസ് കൊടുത്തിട്ട് കുരുതി കിണ്ണം കെട്ടി പറഞ്ഞു പറഞ്ഞിട്ട് അത് പടം കണ്ടുള്ളവർക്ക് അറിയാൻ വരും. ആ കവിത എഴുതി, എന്ത് രസമുള്ള കവിത എന്നറിയാം. കാരണം ഇത് ശ്രീനി എഴുതുമ്പോൾ നമ്മൾ വിചാരിച്ചത് തമാശകൾ, പക്ഷെ അത് മൊത്തം പിന്നെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്തൊരു കവിത ഉണ്ടല്ലോ എന്ന് ഞാൻ ശ്രീനിയോട് പറയായിരുന്നു. അപ്പോൾ ശ്രീനാണോ ഞാൻ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്, നിങ്ങൾക്ക് കവിത എഴുതാം. അപ്പം ഇങ്ങനെ കൂടെയുള്ളൊരു പ്രതിഭ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നർമ്മത്തിന് വേണ്ടി എഴുതുന്നതാണ്, പക്ഷെ അതിൻ്റെ അകത്തൊരു ഫിലോസഫി ഉണ്ട് എന്നുള്ളതാണ്. അത് പല സിനിമയിലും നമുക്ക് കാണാൻ പറ്റും ഇത്തരം ഫിലോസഫി. ഇല്ല, നമ്മളിത് ഈ ഒരു തമാശ വാക്കാണ് നമ്മളെപ്പോഴും പറയാൻ, ഞാൻ പറയാറുണ്ട്,
ഈ മലയാളത്തിൽ എപ്പോഴും നമ്മൾ ഇന്ന് മലയാളി മാത്രം ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ വാക്കിനി പ്രധാനമന്ത്രി പറഞ്ഞാലും നമ്മൾ ചിരിച്ചു പോകും. ആ ഒരു വാക്കിനെ ഇപ്പം ശരിയാക്കി തരാം എന്നുള്ളതിനകത്ത് എന്തെങ്കിലും ഒരു തമാശ ഉണ്ടോ അതിനകത്ത്? പക്ഷെ അത് ഓർത്താൽ മലയാളി ചിരിക്കാത്തൊരു മലയാളിയിൽ ഇപ്പം ശരിയാക്കി തരാം. അതുപോലെയാണ് ഈ ദിം അല്ലല്ല, അത് മാത്രമല്ല, ഒരു വാക്കുകളുണ്ട്. മെയ്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വെള്ളാനങ്ങളുടെ നാട്ടിൽ അഭിനയിച്ചിട്ടില്ല. അത് എന്നോണ്ട് കാണി വയ്ക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ സിനിമയിൽ ആ ഒരു വ്യക്തിയെ ഒരുപാട് ഓർക്കുന്നുണ്ട്. മെയ്തീനെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ. സോ അത് ഒരു വ്യക്തിയെ കാണിക്കാതെ അയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പുറകിൽ നിന്നിട്ട് ആ വ്യക്തിക്ക് ഒരു വ്യക്തമായ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു ആഖ്യാന ശൈലി. പ്രിയന്റെ തന്നെ ദിം തരികിടം എന്നൊരു പടമുണ്ട്. എൻ്റെ അറിവിൽ ആ സിനിമ സെറ്റിലിരുന്നൊക്കെ എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ആ സിനിമയിൽ ഇന്നാണെങ്കിൽ പറ്റുമോ ഹനുമാൻ ഇരുന്ന് വീഡിയോ വലിക്കാൻ, ഇന്നാണ് എന്തെല്ലാം കോല ഈ രാജ്യത്തുണ്ടാവും. എന്നിട്ട് അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ്റെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇന്നത്തെ സിനിമയിൽ പറയാൻ പറ്റുമോ? സെൻസർ ബോർഡ് വിടുമോ? എന്തൊക്കെ ബഹളം ഈ രാജ്യത്തുണ്ടാവും. നമ്മൾ പുറകോട്ട് പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അത് 90-93 കൊല്ലം മുമ്പ് ശ്രീനാരായണ ഒരു പറഞ്ഞിടത്തുനിന്ന് പിന്നെ അതിന് പുറകോട്ട് 100 കൊല്ലം പുറകോട്ട് നമ്മൾ പോകുന്ന ഒരു അവസ്ഥയാണ്. ഹനുമാൻ ഇരുന്ന് ബീഡി വലിക്കുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് പിന്നെ ശ്രീരാമനെ ഇരുന്ന് ചീട്ട് കളിക്കുന്നു. ഇതൊക്കെ ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നല്ലൊരു ക്രിയാത്മകമായ എഴുത്തുകൾ പോലും പറ്റാത്തൊരു കാലത്ത് ജീവിക്കുകയാണ്. കാലത്തിന് മുമ്പേ ശ്രീനിവാസൻ നടന്നു പോയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്നത്തെ ഒരു രീതിയിൽ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് തട്ടാൻ എന്ന് പേരിട്ടു ആദ്യം. ആ പണത്തിന് അവസാനം താറാവെന്ന് പേര് മാറ്റേണ്ടി വന്നു. അതാണ് നമ്മുടെ കാലത്തിൻ്റെ മാറ്റം. നമ്മൾ മുമ്പോട്ടോ നമ്മൾ പുറകോട്ടോ എന്ന് ചിന്തിക്കാൻ ശ്രീനിവാസൻ്റെ പല സിനിമകളും നമ്മളെ ചിന്തിപ്പിക്കും. അത് ഇപ്പം നമ്മൾ ഒരു രാഷ്ട്രീയ സിനിമ രഞ്ജി പണിക്കരുടെ കമ്മീഷൻ എന്ന സിനിമ എടുക്കാം. അതിൽ നമുക്ക് പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അവരെ ഭാര്യയും വരെ കാണാൻ പറ്റും. പക്ഷേ ശ്രീനിവാസന്റെ സിനിമയിൽ ഒരു കഥാപാത്രത്തിലൂടെ ഒരാളെയല്ല കാണുന്നത്, 100 പേരെങ്കിലും ഈ സമൂഹത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് മറ്റേ പോലെയല്ലേ? അല്ലല്ലോ, മറ്റേ പോലെയല്ലേ? അങ്ങനെ സംഭവമുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ സിനിമ പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ സന്ദേശത്തിൽ ഒരു ഹിന്ദി വടക്കേന്ത്യൻ നേതാവ് വരുന്നുണ്ട്, ഇന്നസെന്റിന്റെ ക്യാരക്ടർ പേര് ഞാൻ മറന്നുപോയി. സഹായി വരുമ്പോഴുള്ള ഹിന്ദി പറച്ചിലും ആ ഹിന്ദിക്ക് വേണ്ടി തേങ്ങ പറിക്കാൻ കയറുന്നതും ഈ നാരികൽക്ക പാനി എന്ന് പറയുമ്പം പെണ്ണുങ്ങളുടെ കാര്യം സ്ത്രീയെ പറ്റിയാണോ പറയുന്നത്? നാരി എന്ന് പറഞ്ഞ സ്ത്രീയാണ് എന്ന് പറയുന്നതൊക്കെ ഈ ഭാഷ അറിഞ്ഞുകൂടാത്ത വടക്കേ ഇന്ത്യയിൽ വരുന്ന നേതാവിനെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ പലരും വിഷമിക്കുന്നത് പാർലമെന്റിനകത്ത് പോലും നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ മുൻകൂട്ടി കാണാനും പറയാനും കഴിഞ്ഞു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമയിൽ അങ്ങനെ ഒരു തമാശ പറയാൻ. അല്ല, ഈ ശ്രീനേട്ടൻ്റെ തമാശകൾക്ക് ഒരു മുൻ മാതൃകകളില്ല. അത് പിന്നീട് ആർക്കും അനുകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തമാശയാണ്. അത് ശ്രീനേട്ടൻ പറഞ്ഞാൽ മാത്രമേ അത് തമാശ ആ രീതിയിൽ ഫലിപ്പിക്കാനും പറ്റും. ഇപ്പോൾ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പിന്നെ തിരിച്ചു കൊടുക്കാനുള്ള ആളുകളോട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഒരുപാട് കടം വാങ്ങിച്ചിട്ടില്ല എന്ന് കരുതി രാവിലെ എഴുന്നേറ്റ് അമേരിക്ക ഇന്ത്യയെ ചീത്ത വിളിക്കണം എന്ന് ചോദിക്കുന്ന ഇത്രയും ലാഘവത്തോട് അത് വേറൊരാൾക്കും പറയാൻ പറ്റാത്തൊരു നർമ്മം. ഈ നർമ്മത്തിന് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ അതൊരു ഉപരിപ്ലവമായ ഒരു നർമ്മമല്ലേ ശ്രീനേട്ടന്റെ ഈ നർമ്മം എന്ന് പറയുന്നത്. അത് മറ്റൊരു തലമുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയാറുണ്ട്, ഒരു ദുരന്ത ഹാസ്യം. ശരിക്കും ഹാസ്യവും കാണിക്കേണ്ടതില്ല, സറ്റയറാണ്. അപ്പൊ ഈ എല്ലാ ചിരിക്ക് ഉള്ളിലും ഒരു കരച്ചിലുണ്ടെന്നും അല്ലെങ്കിൽ എല്ലാ കരച്ചിലിന്റെ ഉള്ളിലും ഒരു ചിരി ഉണ്ടെന്ന് പറയുന്ന ഒരു രീതിയിലുള്ള പലപ്പോഴും ഒരു കോമാളിത്തമല്ല ശ്രീനേട്ടൻ്റെ, വളരെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഹ്യൂമറാണ്. ഇപ്പോ അഭിനയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. പഞ്ചവടിപ്പാലെന്ന പടത്തിൽ ഒരു നിരങ്ങുന്ന തകിടിൽ ഒരു പലകയിൽ ഇരുന്നു കൊണ്ടാണ് ആ സിനിമയിൽ മുഴുവൻ കാണുന്ന ശ്രീനിവാസന്റെ കണ്ണിൽ വീണത്. പഞ്ചവടിപ്പാലം എന്ന സിനിമയിൽ ഇരുന്ന് നിരങ്ങാണ്. രാഷ്ട്രീയം എല്ലാം കേൾക്കണം, എല്ലാവരെയും പ്രസംഗം കേൾക്കും. അവസാനം നദിയിലൂടെ ഈ സാധനങ്ങൾ ഒഴുകി പോകുന്നതാണ് പാലം പൊളിയുമ്പോൾ. ആ കഥാപാത്രം എന്ന് പറയുന്നത് ശ്രീനിവാസൻ അല്ലാതെ ആ തറയിൽ നിന്ന് നിരങ്ങുന്നതും അതൊരു ഭയങ്കര അഭിനേതാവെന്നുള്ളതിലുള്ള അദ്ദേഹത്തിന് വലിയൊരു പ്രതിഭ. പ്രത്യേകിച്ച് എൻ്റെ അറിവിലുള്ള ശ്രീനിവാസന് പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയ ചായവോ രാഷ്ട്രീയ ചിന്താഗതിയോ ഇല്ലാത്ത ഒരാളായിരുന്നു. എല്ലാത്തിനെയും ഒരു പരിഹാസം അല്ല എന്നുണ്ടെങ്കിൽ നർമ്മം കൊണ്ട് കാണുന്നൊരു അപ്രോച്ച് മാത്രമേ. കുഞ്ചൻ നമ്പ്യാർ കണ്ടതുപോലെയാണ് കണ്ടത്.
രാഷ്ട്രീയമൊന്നുമില്ല. രാജാവിരുന്നാലും കളിയാക്കും. പക്ഷെ എന്താ ശ്രീനിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് കൃത്യമായ രാഷ്ട്രീയം. എല്ലാവരെയും വിമർശിച്ചത്. അത് രാഷ്ട്രീയമാണ്. അതൊരു മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം. കഥാപാത്രത്തിനെ നമുക്കതിനെ 100 പേരുമായി താരതമ്യം ചെയ്യാൻ പറ്റും. മിനിമം നമ്മുടെ അല്ല, അത് കാണണമെങ്കിൽ വീക്കാനായിട്ടൊക്കെ നമുക്ക് സമയം തോന്നുന്നത്. കാരണം വീക്കെൻഡ് എഴുത്തിലും അത് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പോലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളെല്ലാം ചെറുതാണ്. ശ്രീനിവാസന്റെ തിരക്കഥയിലെ ഈ പ്രിയൻ പറഞ്ഞതുപോലെ ഒരു ഡയലോഗിലാണ്, ഏതാ, ഡെമോക്രസി ഈസ് വെരി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ഡയലോഗ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വായിച്ചാൽ നമുക്കറിയാം. കാരണം വളരെ കുറഞ്ഞ വാക്കുകളിൽ വലിയ ഒരു സന്ദേശം അദ്ദേഹത്തിന് പകർന്നു തരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീനിവാസൻ. മലയാള ഭാഷയ്ക്ക് തന്നെ എത്ര പദങ്ങളാണ് ശ്രീകേട്ടത്. ഇപ്പൊ താത്വികാവലോകനം എന്ന് പറയുന്ന ഒരു പദം ഇപ്പൊ അടുത്ത കാലത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന, അത് ആദ്യം പ്രയോഗിച്ച് അതിന്റെ കൃത്യമായി പ്രയോഗിച്ചു, അതാണ് അന്തർധാര എന്ന് പറയുന്ന ഒരു പദം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇങ്ങനെയുള്ള എത്രയോ പ്രയോഗങ്ങൾ മലയാള ഭാഷയ്ക്ക്. അപ്പോൾ സിനിമയ്ക്ക് മാത്രമല്ല, മലയാളിയുടെ നിത്യജീവിതത്തിൽ പോലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള, അതാണ് ഒരു മഹാപ്രതിഭയുടെ ഒരു അടയാളമായിട്ട് നമ്മൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹാസ്യത്തെ കുറിച്ചൊക്കെ വളരെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു. തമാശയില്ലാത്തൊരു വാക്കിനെ ശരിയായി തമാശ വാക്കാക്കി മാറ്റിയാണ്. ഇപ്പൊ ഈ പിന്നെ ചാർലി ചാപ്ലിന്റെ സിനിമയിൽ അദ്ദേഹം ബിഷപ്പിന്റെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരു ഷൂസ് മുഴുകി തിന്നുന്ന ഒരു സീനുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ വല്ലാതെ പൊട്ടിച്ചിരിക്കുകയും ആർത്തട്ടഹസിച്ചിരിക്കുകയും ചെയ്യും. പക്ഷെ അതിന്റെ അകത്ത് ബിഷപ്പ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥ, അപ്പൊ അത് നമ്മൾ ചിരിക്കുമ്പോൾ പോലും ഉള്ളിൽ പിന്നീട് അതിനെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഉണർത്തുന്ന, അത് മനുഷ്യന്റെ ഒരു ജീവിത അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മൾ വരുത്തുന്ന, ഇങ്ങനെ ഇത് ശ്രീനേട്ടനും അദ്ദേഹത്തിന്റെ ഈ തമാശകളിലൂടെ ഒരു ജീവിത അവബോധം തന്നെ നടത്തുന്ന തരത്തിലാണ് പല തമാശകളും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. ഈ സന്ദേശം എന്ന സിനിമ അത് എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക്, പിന്നെ സമൂഹത്തിന്, രാഷ്ട്രീയത്തിന് ഒക്കെ നൽകുന്ന ഒരു വലിയ സന്ദേശമായിട്ട് ദീർഘകാലം അതിങ്ങനെ നിലനിൽക്കുന്ന ഒരു സിനിമയാണ്. കാലാധിപത്യമായി നിലനിൽക്കുന്ന ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഈ രാഷ്ട്രീയത്തിനകത്തെ ചില മൂല്യച്യുതികൾ, രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്തെ ചില പിന്നെ വളരെ ഇതായിട്ടുള്ള ജീർണതകൾ, ഇങ്ങനെ പ്രസ്ഥാനത്തിന്റെ ചില ജീർണതകൾ, വീഴ്ചകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിഷയങ്ങളായിട്ട് വന്നിട്ടുണ്ട്. മനുഷ്യ ജീവിതാവസ്ഥ മാത്രമല്ല, അദ്ദേഹം എല്ലാത്തിനെയും നോക്കിക്കാണുകയും അതിനകത്ത് കൃത്യമായ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, അത് ഏറ്റവും ശക്തമായ വിമർശനമായും ആക്ഷേപഹാസ്യമായും ഒക്കെ നന്നായി അവതരിപ്പിക്കുന്ന സിനിമയുടെ തിരക്കഥകളൊക്കെ ഓരോന്നും ഒരു എന്താണ് അതിന്റെ കൃത്യമായ ക്രാഫ്റ്റ് നന്നായി അറിയുന്ന ഒരു തിരക്കഥാകൃത്ത്, അഭിനയത്തിന്റെ ഏറ്റവും നല്ല മർമ്മം അറിയുന്ന ഏറ്റവും മികച്ച ഒരു അഭിനേതാവ്, ഇങ്ങനെ ഏറ്റവും മികച്ച സംവിധാനം, ഇങ്ങനെ പലതരത്തിൽ ശ്രീനേട്ടന്റെ പ്രതിഭ നമ്മുടെ മലയാളികളുടെ മുമ്പിൽ. അല്ല, എനിക്കത് അഡീഷണൽ ആയിട്ട് കേൾക്കാനുള്ളത് വെച്ചാൽ ശ്രീനിവാസന്റെ ഒരു കാലം, ശ്രീനിവാസന്റെ ഒരു ലോകം, ഇത് വളരെ പ്രധാനപ്പെട്ട, അത് മലയാള സിനിമയുടെ ഒരു പരിച്ഛേദം എടുത്തു നോക്കിയാൽ ആ ഒരു കാലവും ആ ലോകവും ശരിക്കും പറയണമെങ്കിൽ പുതിയ തലമുറയ്ക്ക്, ഇനിയിപ്പോൾ അടുത്ത് വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി ഡോക്യുമെൻ്റ് ചെയ്യുന്ന രീതിയിൽ തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പൊക്കെ ആ രീതിയിൽ എടുക്കണം. അല്ലാതെ വെറുതെ ശ്രീനിവാസനൊരു സ്മാരകം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വേറൊരു ആക്ടർക്ക് ഒരു സ്മാരകം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലല്ല. ഇതിനെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുന്ന രീതിയിൽ പുതിയ തലമുറ എങ്ങനെയാണ് ഒരു കാലത്ത് മലയാളി എങ്ങനെ ജീവിച്ചു എന്നുള്ളത് കൂടി ഒരു പരിച്ഛേദമായിട്ട് ശ്രീനിവാസൻ്റെ സിനിമകളും ശ്രീനിവാസൻ്റെ എഴുത്തിനെയും നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത്തരമൊരു നീക്കം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.